കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഏവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനും മകളുമായി നാം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ നാം ആഗ്രഹിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നന്മ ചെയ്യണമോ തിന്മ ചെയ്യണമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നാം തന്നെയാണ്. എന്നാൽ ദൈവ മക്കൾ ഒരു നന്മയും പ്രാപിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അവൻ പല മേഖലകളിലും മനുഷ്യർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെങ്കിലും ദൈവഭക്തന് ദൈവം സംരക്ഷകനായി കടന്നുവരും. തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു: കർത്താവിന്റെ ദൂതൻ തന്റെ ഭക്തർക്കു ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, നന്മ ചെയ്യുവാനുള്ള പ്രേരണ ദൈവം നമുക്ക് നൽകും, തിന്മ ചെയ്യുവാനുള്ള പ്രേരണ ദുഷ്ടാത്മാക്കളും. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവേഷ്ടം ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നമുക്ക് കടന്നു ചെന്നുകൊണ്ട് പറയാം: കർത്താവേ, എനിക്ക് അങ്ങയോടുകൂടെ ജീവിക്കണം, അങ്ങയോടുകൂടെ നടക്കണം. എൻ്റെ ഏതവസ്ഥയിലും ഈശോയെ അങ്ങ് മതി. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. ആമേൻ. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും യേശുവേ, അങ്ങേ പിരിയില്ല, പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ഇല്ല, പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ആ സ്നേഹമോർത്ത, ആ ത്യാഗമോർത്ത എന്നേശുവിൽ നിന്നും പിരിയില്ല. ആമേൻ. ഹല്ലേലൂയ. സ്നേഹമോർത്ത, ആ ത്യാഗമോർത്ത എന്നേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. എൻ്റെ കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലെ ദുഃഖത്തിലും സന്തോഷത്തിലും ഏതവസ്ഥയിലും കർത്താവേ അങ്ങൻ്റെ കൂടെ ഇരിക്കണമേ. ഞാൻ അങ്ങയോടൊത്തായിരിക്കട്ടെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഓ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ജീവിതമേകുന്നത് എന്തായാലും, മനതാരിലേകുന്നത് മുറിവായാലും, ജീവിതമേകുന്നത് എന്തായാലും, മനതാരിലേകുന്നത് മുറിവായാലും, കണ്ണീരായാലും വേദനയായാലും യേശുവിൽ നിന്നും പിരിയില്ല. കണ്ണീരായാലും വേദനയായാലും യേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി.
കർത്താവായ യേശുവേ, എൻ്റെ സ്നേഹിതന്മാർ ഏറെ ഉണ്ടായാലും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെയും ഉണ്ടായാലും അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞാൻ സംതൃപ്തനാണ്. അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണം യേശുവേ. ഞാനിതാ പ്രാർത്ഥിക്കുന്നു, എന്നോട് കൂടെ അവിടെ നിന്നുണ്ടായിരിക്കണമേ. സ്നേഹിതന്മാരേറെ ഉണ്ടായാലും നന്മയാൽ ജീവിതം ധന്യമായാലും, സ്നേഹിതന്മാരേറെ ഉണ്ടായാലും നന്മയാൽ ജീവിതം ധന്യമായാലും, സന്തോഷമായാലും അനുഗ്രഹമായാലും യേശുവിൽ നിന്നും പിരിയല്ല ഞാൻ. സന്തോഷമായാലും അനുഗ്രഹമായാലും യേശുവിൽ നിന്നും പിരിയല്ല ഞാൻ. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. യേശുവിൻ കൂടെ ജീവിച്ചിടണം, എന്നേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും എൻ കൂടെ എന്നും എന്നേശു മതി. ഇല്ല പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ഇല്ല പിരിയില്ല നാഥ, അകലില്ല നാഥ, നിന്നിൽ നിന്നും ഞാൻ പോകില്ല നാഥ. ഇന്ന് കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.